റൂഫും കാര്യങ്ങളും റൂഫ് മീൻസ് ഇവർ ഞാൻ നേരത്തെ പറഞ്ഞ ചാടാനുള്ള ടെൻഡൻസി കാണിക്കും. അപ്പം അങ്ങനെ ചാടാതിരിക്കാൻ കണക്കിന് ഗ്ലാസ് റൂഫൊക്കെ കൊടുത്തിട്ടുള്ള ടാങ്ക് തന്നെ വേണ്ടി വരും. നോർത്ത് ഈസ്റ്റ് ആ ഒരു കോൺസെപ്റ്റിൽ വിശ്വസിക്കുന്നവർക്ക് നോർത്ത് ഈസ്റ്റിൽ വെക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും എവിടെ വെച്ചാലും അതൊന്നും ഇവിടെ വെക്കാൻ പാടില്ല, അപ്പുറത്ത് മാറ്റി വെക്കണമെന്നൊന്നും പറയാറില്ല. അതൊക്കെ നിങ്ങളുടെ സൗകര്യം പോലെ എവിടെ വേണമെങ്കിലും വെക്കാം. എവിടെ വെച്ച് കഴിഞ്ഞാലും ഈ പറഞ്ഞ കാര്യങ്ങൾ കുറച്ച് മുകളിൽ വന്ന് ഫീഡ് എടുക്കുന്ന വെറൈറ്റീസ് ആണ്. മുകളിൽ വന്ന് അവരുടെ വാട സൈസ് വളഞ്ഞിട്ടാണ്, അതുകൊണ്ട് മുകളിൽ വന്ന് ഫീഡ് ചെയ്യുന്ന ഗൾഫ് രീതിയിലൊക്കെ ഫീഡ് എടുക്കുന്നതാണ്. ഗൾഫ് മീൻസ് അരപ്പിമയൊക്കെ ഫീഡ് ചെയ്യുന്നവർക്ക് വളർത്തിയിട്ടുള്ളവർക്കൊക്കെ അറിയായിരിക്കും. അടുത്തുള്ള എയർ ഫുള്ളായിട്ട് വലിച്ച് ഗിൽസിലൂടെ പുറത്ത് കളഞ്ഞ പ്രയെ വാക്കകത്ത് വെക്കുന്ന ആ ഒരു രീതിയാണ് ഇവരുടെ ഒരു ഫീഡിംഗ് അല്ല. കുഞ്ഞു മീനുകൾ കൊടുക്കാം, ട്രെയിൻ ചെയ്യിപ്പിച്ചാൽ നമുക്ക് പെലക്റ്റ് കൊടുക്കാം. പക്ഷേ ഈ പെലക്റ്റൊക്കെ കൊടുക്കുമ്പോൾ ഒരുപാട് അവർക്ക് ഡൈജഷൻ ഇഷ്യൂസ്, ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരും. കാരണം ഇവർ വൈൽഡ് കണ്ടീഷനിൽ മീനുകളൊക്കെ കഴിച്ച് വളരുന്ന ഒരു ഡൈജസ്റ്റീവ് പ്രക്രിയയാണ്, അല്ലെങ്കിൽ ആ ഒരു രീതിയാണ് ഇവരുടെ ബോഡി സ്ട്രക്ചർ വരുന്നത്. അപ്പോൾ അവർക്ക് നമ്മൾ പെലക്റ്റ് ഫീഡ് ഫോഴ്സ്ഫുള്ളി നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് പലതരത്തിലുള്ള ഡൈജഷൻ ഇഷ്യൂസും കാര്യങ്ങളെല്ലാം വരും. പിന്നെ ഈ ലൈവ് കഴിക്കുമെന്ന് കരുതി പലർക്കും ഉണ്ടാകുന്ന ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഒരുപാട് ഫീഡ് ചെയ്യുക എന്നുള്ളത്. അപ്പം അങ്ങനെ ഫീഡ് ചെയ്യുമ്പം ഇവർക്ക് ദഹനക്കേട്, ഡൈജഷൻ ഇഷ്യൂസും ഉണ്ടാവും. അപ്പോൾ അതിന് ഫീഡ് ഒരു കൺട്രോളാണ്, അതിനനുസരിച്ച് മാത്രമേ ഫീഡ് നമ്മൾ കൊടുക്കാവൂ. ഒരുപാട് കൊടുത്ത് പെട്ടെന്ന് വളർത്തി വലുതാക്കുക എന്ന് പറയുന്ന രീതിയൊന്നും ഇതിനൊന്നും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അവരെ ഹെൽത്തി ആയിട്ട് നിലനിർത്താൻ വേണ്ടി ശ്രദ്ധിക്കുക, അത്രയേ ഉള്ളൂ.